മറ്റത്തൂരിൽ ബി.ജെ.പിയുമായി മുൻ ധാരണയോ സഖ്യമോ ഇല്ലെന്ന് നടപടി നേരിട്ട ഡി.സി ജനറൽ സെക്രട്ടറി ടി.എം. ചന്ദ്രൻ 24-നോട്. ഹാളിലെത്തിയപ്പോഴാണ് കെ.ആർ. ഔസേപ്പ് എൽ.ഡി.എഫിനൊപ്പം ചേർന്നുവെന്ന് മനസ്സിലായത്. ടെസ്സിയെ മത്സരിപ്പിച്ചപ്പോൾ ബി.ജെ.പി പിന്തുണയ്ക്കുക മാത്രമാണ് ചെയ്തത്. അത് മുൻ ധാരണ പ്രകാരമല്ല. ഡി.സി.സിയുടേത് അപഹാസ്യമായ നാടകമെന്നും ടി.എം. ചന്ദ്രൻ പറഞ്ഞു. ആദ്യം ആ പ്രതികരണത്തിൽ കോൺഗ്രസിൽ നിന്ന് ഞാൻ ഡി.സി.സി ജനറൽ സെക്രട്ടറി എന്നെയും മണ്ഡലം പ്രസിഡന്റ് ഷാഫിയെയും പുറത്താക്കി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ 8 മെമ്പർമാർക്കെതിരെ നടപടിയെടുത്തു എന്നാണ് പറയുന്നത്. നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചത്, ഡി.സി.സി നേതൃത്വത്തിന്റെ പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതിന് ഞങ്ങളെ ബലിയാടാക്കുകയാണ്. സ്വാഭാവികമായും വിപ്പ് കൊടുക്കാൻ ബാധ്യസ്ഥരായ ഡി.സി.സി നേതൃത്വം വിപ്പ് കൊടുക്കുകയോ അല്ലെങ്കിൽ നേതൃത്വവുമായി മണ്ഡലം നേതൃത്വവുമായോ ഈ പഞ്ചായത്ത് മെമ്പർമാരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ചെയ്തിട്ടില്ല. എന്നിട്ട് ഇത്തരമൊരു വിഷയം സംഭവിച്ചതിന് ശേഷം അതിൽ നിന്ന് തലയൂരുന്നതിന് വേണ്ടി ഡി.സി.സി നേതൃത്വം നടത്തുന്ന അപഹാസ്യമായ നാടകമാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. സൂരജ് സജി തൃശ്ശൂരിൽ ചെയ്യുന്നു. സൂരജ്, വെറുതെ ഒരു പിന്തുണയല്ല, വിപ്പില്ല എന്നൊരു ആനുകൂല്യത്തിൽ രാജിവെച്ചാണ് പിന്തുണ നൽകിയത്. അതിലാണോ ഈ വിശദീകരണം? വിപ്പൊക്കെ മെമ്പർമാരെ വിശ്വാസമുണ്ടെങ്കിൽ അല്പം വൈകി കൊടുത്താലും പ്രശ്നമില്ലാത്ത കാര്യമാണ്. അത് പിടിപ്പുകേടാണെന്ന ആരോപണം കൂടിയാണ് നടപടി നേരിട്ട ഡി.സി.സി അംഗം പറയുന്നത്. സുഹൈൽ, തീർച്ചയായും അതായത് ഡി.സി.സിയെ വെട്ടിലാക്കുന്ന ഒരു പ്രതികരണമാണ് മുൻ ജനറൽ സെക്രട്ടറി കൂടി, അതായത് ഇന്നലെ വരെ ജനറൽ സെക്രട്ടറി ആയിരുന്നു ടി.എൻ. ചന്ദ്രന്റെ ഭാഗത്ത് നിന്ന് വരുന്നത് അത്തരത്തിലാണ്. ഡി.സി.സിയുടെ പിടിപ്പുകേടാണ് ഇവിടെ ഈ സംഭവങ്ങൾ അരങ്ങേറാൻ ഇടയാക്കിയത്. അത് തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഡി.സി.സി നേതൃത്വം നടത്തുന്നത്. തങ്ങളെ ബലിയാടാക്കുന്നുവെന്ന് ടി.എം. ചന്ദ്രൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബി.ജെ.പിയുമായി മുൻ ധാരണയില്ല എന്നുള്ളതാണ് പറയുന്നത്. ഈ സഖ്യം സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉയരുന്ന സമയത്താണ് ഇപ്പോൾ ഇദ്ദേഹം ഇതിൽ വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. ഈ കെ.ആർ. ഔസേപ്പ് എന്ന് പറയുന്ന വിമതനാണ് തങ്ങളെ ചതിച്ചത്. ആദ്യഘട്ടത്തിൽ ഔസേപ്പിനെ പ്രസിഡന്റായി തീരുമാനിക്കുന്നു. പിന്നീട് ഈ മത്സരത്തിന് വേണ്ടി വരുന്ന സമയത്ത്, അല്ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് വേണ്ടി വരുന്ന സമയത്താണ് ഔസേപ്പ് എൽ.ഡി.എഫിനൊപ്പം ചേർന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇതോടുകൂടിയാണ് തങ്ങൾ ടെസ്സി ജോയിയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റുള്ളവർ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. ആ സമയത്ത് ബി.ജെ.പി പിന്തുണയ്ക്കുകയായിരുന്നു തങ്ങളെ എന്നുള്ളതാണ്. അതിൽ ഒരു മുൻധാരണയും ഇല്ല എന്ന് പറയുന്നു. അപ്പോഴും എങ്ങനെയാണ് ഈ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചു എന്ന് കാണിച്ചുകൊണ്ട് ഈ കത്തടക്കം നേരത്തെ നൽകിയതെന്ന ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. എന്നാൽ പോലും നടപടി നേരിട്ട അംഗം സുരേഷ് സജിയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.